Meet the editors. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിലായതിന്റെ നാണക്കേടിലാണിപ്പോൾ CPM-ഉം സർക്കാരും. അയ്യപ്പന്റെ സ്വർണം ചെമ്പാക്കിയത് പത്മകുമാറിന്റെ അറിവോടെയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ എ പത്മകുമാറിന്റെ മൊഴി നൽകിയെന്നതാണ് ഏറ്റവും അവസാനമെത്തുന്ന വിവരം. അയ്യന്റെ സ്വർണം കട്ട കേസിൽ അടുത്തതാര് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എല്ലാവർക്കും അറിയാം, ഒരു പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും ശബരിമലയിൽ നിന്ന് സ്വർണ്ണം ഒന്നും അടിച്ചു മാറ്റാൻ ഒക്കത്തില്ല എന്നുള്ളത് എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. കോടിക്കണക്കായ വിശ്വാസ സമുദായത്തിന് ആശ്വാസമാണ് ശബരിമല അയ്യപ്പൻ. 1/4 നൂറ്റാണ്ട് മുമ്പ് വഴിപാടായി അയ്യപ്പന് സമർപ്പിച്ച സ്വർണം തന്ത്രപരമായ ആസൂത്രണത്തോടെ വൻ സംഘം തട്ടിയെടുത്തുന്ന നടുക്കുന്ന വാർത്ത പുറത്തുവന്ന ആദ്യഘട്ടത്തിൽ ചൂണ്ടുവിരലുകളുയർന്ന പ്രധാന പേരാണ് എ പത്മകുമാർ എന്നത്. കവർച്ച നടന്ന 2017-19 കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നുവെന്നതാണ് ആ സ്വാഭാവിക ചോദ്യമുനയിലേക്ക് എ പത്മകുമാറിനെ എത്തിച്ചത്. അപ്പോഴെല്ലാം താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഇതാ ഇവിടെ നെഞ്ചുവിരിച്ചു നിൽക്കുകയല്ലേ എന്ന് ആണയിട്ട് പറയുകയായിരുന്നു എ പത്മകുമാർ. എന്റെ ഭാഗത്ത് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പെശക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. എന്നാൽ ഞെട്ടിപ്പിക്കുന്ന കൊള്ളയിൽ ഹൈക്കോടതി നേരിട്ട് പ്രഖ്യാപിച്ച പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണം ഇതാ എ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പലവട്ടം കൈമലർത്തിയ പത്മകുമാറാണത്രേ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ ആസൂത്രകൻ. വൻ കവർച്ചക്കായുള്ള കൃത്യമായ തിരക്കഥ തയ്യാറാക്കിയ പത്മകുമാറിന്റെ വീട്ടിലാണ് ഗൂഢാലോചന നടന്നതെന്നും കൊള്ളയിലൂടെ വൻ സാമ്പത്തിക നേട്ടം പത്മകുമാർ ഉണ്ടാക്കിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ചെറുപ്പം മുതലേ ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ചേർന്ന് പ്രവർത്തിച്ച പത്മകുമാർ 25-ാം വയസ്സിൽ ഏരിയ സെക്രട്ടറിയും 30-ാം വയസ്സിൽ കോന്നി MLA-യുമായിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി വരെ വളർന്ന് പന്തലിച്ചത്. അപ്പോഴും CPIM-ന്റെ കൈകൾ ശുദ്ധമാണെന്നും അറസ്റ്റ് ചെയ്തതുകൊണ്ട് ആരും കുറ്റക്കാരനാകില്ലെന്നുമുള്ള പ്രതിരോധമാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പറഞ്ഞു വെക്കുന്നത്. ഇനി എന്തെല്ലാം വരാനുണ്ട്, എന്തൊക്കെ പ്രൂഫ് കഴിഞ്ഞാലാണ് ഒരു കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാവുക. ഇനി അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്നതിന് ശിക്ഷിക്കട്ടെ, അപ്പോൾ ആവശ്യമായ നടപടി ഞങ്ങൾ സ്വീകരിക്കും. ശബരിമല കൊള്ളയിൽ ഇനി ചോദ്യം ചെയ്യേണ്ടത് ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. ഇപ്പുറത്ത് BJP ആവട്ടെ പിണറായി വിജയൻ അറിയാതെ ഒന്നും നടക്കില്ലെന്നും വേണ്ടി വന്നാൽ കേന്ദ്ര സംഘം അന്വേഷണം നടത്താൻ തയ്യാറാണെന്നും പറയുന്നു. കാരണം കടകംപള്ളി സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആരാണ് ഇതിനെ സഹായിച്ചത്, ഇതെല്ലാം കണ്ടുപിടിക്കാൻ ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഇതിന്റെ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അറസ്റ്റുകൾ ഇടതുപക്ഷത്തിന് കനത്ത പ്രഹരമോ? മീഡിയത്തിൽ ഇന്നത്തെ ചോദ്യം പാർട്ടി പത്മവ്യൂഹത്തിലോ എന്നതാണ്. ജിമ്മി ജെയിംസ്, പാർട്ടിയിലെ 2 പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായിരിക്കുന്നത്. പാർട്ടി പത്മവ്യൂഹത്തിലാണോ പ്രതിരോധത്തിലാണോ? 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ഇപ്പോൾ അകത്ത് പോയിരിക്കുന്നത്. ആദ്യം പോയത് N വാസുവാണ്, ഇപ്പോൾ പത്മകുമാറാണ്. N വാസു പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന പദവിയിലല്ല, അദ്ദേഹം ശബരിമല കമ്മീഷൻ നിലയിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും ഒരൊറ്റ കേസിൻ്റെ പേരിലാണ്. കട്ടളപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോകുമ്പോൾ അത് സ്വർണം പൂശി എന്ന കാര്യം മനഃപൂർവ്വം ഒഴിവാക്കുകയും അത് വെറും സ്വർണ്ണമില്ലാത്ത വെറും ചെമ്പാണെന്ന് എഴുതുകയും ചെയ്തു. അതിനുശേഷം അത് കൊണ്ടുപോകാൻ അനുവദിക്കുകയും ചെയ്തു. അതിനുശേഷം നടന്ന നമ്മുടെ ഈ വിവാദങ്ങളെല്ലാം തുടങ്ങുമ്പോൾ സംഭവിച്ച ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിൽ അതൊന്നും ടെക്നിക്കലി എഴുതിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും പാർട്ടിയുമായി ബന്ധമുള്ളവരാണ് ഇവർ രണ്ടുപേരും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ഇന്ന് പക്ഷേ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇതിപ്പോൾ അറസ്റ്റല്ലേ ആയുള്ളൂ, അറസ്റ്റിന് ശേഷം എന്തൊക്കെ നടക്കാനുണ്ട് എന്നുള്ളതാണ്. എവിടെ നിന്ന് തുടങ്ങി നമ്മളിപ്പോൾ എവിടെ എത്തി നോക്കൂ. ഈ വിവാദം തുടങ്ങുമ്പോൾ നമ്മളോട് സംസാരിച്ച ആളുകളൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ ധൈര്യമായി സംസാരിച്ച ലൈവിൽ വന്നിരുന്ന ആളുകൾ ഓരോരുത്തരായി ജയിലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. KS ബൈജുവിനെ ഓർമ്മയില്ലേ, ഈ കേസിൽ 4-ാമത് അറസ്റ്റിലായത് KS ബൈജു ആയിരുന്നു. ആദ്യ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾക്ക് ബൈറ്റ് തരികയും ഇത് മൊത്തം പ്രശ്നമാണ്, അവനാണ് കുഴപ്പം, ഇയാളാണ് കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. KS ബൈജു ജയിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെയായിരുന്നു N വാസു വന്നത്. N വാസുവും കുറേ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുകയും N വാസു ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി വിശദീകരിക്കുകയും ചെയ്തു, രേഖയും കാണിച്ചു. N വാസുവും അകത്തു പോകുന്നു. അതിനുശേഷം ഇപ്പോൾ എ പത്മകുമാറിൻ്റെതാണ് ഇന്നത്തെ മാസ്റ്റർ ഡയലോഗ് ഉണ്ടായിരുന്നത്. 2 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തേത്, ഞാൻ വരുമ്പോൾ ഇത് പണ്ടല്ലോ സ്വർണ്ണമൊക്കെ ആയിരിക്കും, പക്ഷേ ഞാൻ വരുമ്പോൾ ഇത് സ്വർണം പൂശിയതായി എനിക്ക് തോന്നിയതേ ഇല്ല, അത് ചെമ്പായി മാറിക്കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് പ്രധാനപ്പെട്ട പിടി വീഴുന്നതും.
ഇപ്പോൾ കോടതിയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒക്കെ പറഞ്ഞ് എത്തിക്കുന്ന ഒരു കാര്യം, ഇത് അറിയാതെ എഴുതിയതല്ല. ഇപ്പോൾ മുരാരി ബാബു എന്ന് പറഞ്ഞ ഈ കേസിൽ രണ്ടാമത് അറസ്റ്റിലായ വ്യക്തി പറഞ്ഞത് അത് ശരിക്കും ലോഹമാണല്ലോ, ചെമ്പാണല്ലോ, അതിൻ്റെ പുറത്ത് സ്വർണം പൂശിയതല്ലേ, അപ്പോൾ സ്വർണ്ണ തകിടെന്ന് എഴുതാൻ പറ്റില്ല, അതുകൊണ്ട് അത് ചെമ്പ് തകിടെന്ന് ഞാൻ എഴുതി, അതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്, അപ്പോൾ അത് അങ്ങനെയല്ലേ പറ്റൂ എന്നുള്ളതൊക്കെയാണ്. അവസാനം കോടതി അന്വേഷണ സംഘവും പറയുന്നു മനഃപൂർവ്വം. കഴിഞ്ഞ എൻ വാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞ പ്രധാനപ്പെട്ട വരി, ദേവസ്വം ബോർഡിന് വലിയ നഷ്ടമുണ്ടാക്കുകയും ആളുകൾക്ക് വലിയ ലാഭമുണ്ടാക്കുകയും ഈ ഏജൻറ്റുമാർക്ക് വലിയ ലാഭമുണ്ടാക്കുകയും ചെയ്യുന്ന പരിപാടിയായിരുന്നു ഇതെന്നുള്ളതാണ്. മനഃപൂർവ്വം സ്വർണ്ണ പൂശിയ സാധനങ്ങൾ, അതായത് അത് കട്ടളപ്പാളിയായാലും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ പുറത്ത് പൂശിയ പാളികളായാലും ഇതെല്ലാം മനഃപൂർവ്വം എടുത്ത് മാറ്റുകയും ആ മനഃപൂർവ്വം എടുത്ത് മാറ്റുമ്പോൾ അതിൻ്റെ രേഖകൾ കൃത്രിമം കാണിച്ച് സ്വർണ്ണമില്ല എന്ന് എഴുതി വെച്ചത്, എന്ന് വെച്ചാൽ അത് ലോഹം മാത്രമാണ് എന്ന് എഴുതി വെച്ചത് ബോധപൂർവമാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. വളരെ വ്യക്തമായ ഒരു കൊള്ളയുടെ കണക്ക് ഓരോന്നോരോന്നായി വരികയാണ്, അത് വ്യക്തമായി. ഇനി ഇതിനുമായി ബന്ധമുള്ളത് ആർക്കൊക്കെയാണ് എന്നുള്ളതാണ്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞോടൊന്ന് തുടങ്ങാം. ആദ്യം ഇത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായിരുന്നു. അതിനുശേഷം എൻ വാസുവിലേക്ക് എത്തുമ്പോഴും അദ്ദേഹം ഒരു ദേവസ്വം ബോർഡ് ചെയർമാനായിരുന്ന കക്ഷിയാണ്. പക്ഷേ അതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്നതുകൊണ്ട് അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനല്ലെന്ന് പറഞ്ഞു. നമുക്ക് അവിടെ നിന്ന് തുടങ്ങണം. ആരായിരുന്നു എൻ വാസു? എൻ വാസു CPMൻ്റെ സജീവ പ്രവർത്തകനും പാർട്ടിയുടെ പല പദവികൾ വഹിച്ചതും അതുപോലെ തന്നെ VS സർക്കാരിൻ്റെ കാലത്ത് ഒരു പ്രധാനപ്പെട്ട മന്ത്രിയുടെ PS ആയിരുന്ന, പാർട്ടിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. ഈ പണി കഴിഞ്ഞ് അദ്ദേഹത്തെ പിന്നീട് 9 മാസം ശബരിമലയിൽ റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കുകയാണ് ചെയ്തത്. അങ്ങനെ പാർട്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾ. അപ്പോഴും പറഞ്ഞു അതൊരു ഉദ്യോഗസ്ഥനാണ്, ഉദ്യോഗസ്ഥരുടെ പുറത്തുള്ള യാതൊരു ഉത്തരവാദിത്വവും പൊളിറ്റിക്കൽ നേതൃത്വത്തിനില്ല എന്നുള്ളത്. ഇനിയിപ്പോൾ CPM എന്തു പറയും? പാർട്ടിയുടെ 42 വർഷം പത്തനംതിട്ടയിൽ CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന, 32 വർഷം CPMൻ്റെ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന, DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ആ ജയിലിലേക്കുള്ള വഴിയിൽ. ഇനി എന്തു പറയും? രാഷ്ട്രീയമായി നിങ്ങൾ നിയമിച്ച ഒരാൾ, രാഷ്ട്രീയമായി നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരാൾ ജയിലിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ കിങ് പിൻ പത്മകുമാറാണ് എന്ന രീതിയിലേക്ക് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് വരുമെന്ന് പറയുന്നു. ഒരു അരമണിക്കൂർ താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിമാൻഡ് റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളും കിട്ടും. പക്ഷേ അറസ്റ്റ് ചെയ്തത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ മുഴുവൻ ആസൂത്രണം, അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇത് മനഃപൂർവ്വം സ്വർണം പൂശിയത് എന്നത് ഒഴിവാക്കി ഇത് ചെമ്പ് തകിടുകളെന്ന മനഃപൂർവ്വം എഴുതി വെച്ചതിൻ്റെ ബുദ്ധി കേന്ദ്രം ഇദ്ദേഹമാണെന്നാണ് പറയുന്നത്. ഇനി CPM എന്തു പറയും? നിങ്ങളുടെ ആളാണ്, നിങ്ങൾ നിശ്ചയിച്ച ആളാണ് ഇപ്പോൾ ഇതിൽ പ്രതിയായിരിക്കുന്നത്, പ്രധാന പ്രതിയായി മാറിയിരിക്കുന്നത്. ഇനി എന്ത് ന്യായമാണ് പറയാനാവുക? ആ ന്യായമാണ് ഇന്ന് വൈകുന്നേരമായപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അദ്ദേഹം പ്രതിയല്ലേ ആയിട്ടുള്ളൂ, കുറ്റവാളി ആയിട്ടില്ലല്ലോ. ന്യായമായ വാദമാണ്. എന്ന് മാത്രമല്ല, ഇത് കുറ്റവാളിയായി ശിക്ഷിക്കപ്പെട്ട് പിന്നെ ശിക്ഷിക്കപ്പെട്ടാൽ മേൽക്കോടതികളിലേക്ക് പോയി മേൽക്കോടതിയിലേക്ക് പോയി അത്രയും കാലത്തേക്ക് പറഞ്ഞു നിൽക്കാം. ഒരു കാലത്തും ഈ കേസ് തീരാത്തിടത്തോളം കാലം ഇതേ ന്യായം പറയാം. അതിപ്പോഴേ തുടങ്ങി വെച്ചിരിക്കുകയാണ്. പക്ഷേ അവിടം കൊണ്ടും കാര്യങ്ങൾ തീർന്നില്ലല്ലോ. പത്മകുമാർ അറസ്റ്റിലായി 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് പുതിയ വിവരം വരികയാണ്. പത്മകുമാറിൻ്റെ മൊഴി അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ വിഷയത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു കാര്യം ഓർക്കണം, ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഉണ്ടായിരുന്ന ഒരു ശാന്തിക്കാരൻ്റെ സഹായിയായിരുന്ന പരികർമ്മിയായിരുന്ന ഒരാൾ, അവിടുന്ന് പല പ്രശ്നങ്ങൾ കാരണം പുറത്തുപോയ ഒരാൾ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് 2016-17 കാലത്താണ്. വർഷം ശ്രദ്ധിക്കണം, 2016-17 കാലത്ത്. ഇപ്പോൾ പത്മകുമാർ പറയുന്നു, ഈ പറയുന്ന ശബരിമലയിലെ പ്രധാനപ്പെട്ട ഈ ശില്പങ്ങളും ശില്പപാളികളും മറ്റുമൊക്കെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് പോറ്റി സമീപിക്കുന്നത് ആദ്യം ദേവസ്വം ബോർഡിനെ അല്ല, മന്ത്രിയാണ്. ദേവസ്വം ബോർഡ് മന്ത്രിയാണെന്നാണ് ഇപ്പോൾ നമുക്ക് വരുന്ന വാർത്ത അനുസരിച്ചുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ റീഇൻട്രൊഡക്ഷൻ എന്ന് മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് വാസു വളരെ നല്ല മനുഷ്യനാണ്, വാസു ഗംഭീര ആളാണെന്ന് 4 ദിവസം മുമ്പ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് എന്നുള്ളതിന് ഇനിയിപ്പോൾ വേറെ സംശയമൊന്നും വേണ്ടല്ലോ. എങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു കത്തുണ്ടായിരുന്നു. ആദ്യം ഒരു കത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനല്ല കൊടുത്തത്, ദേവസ്വം മന്ത്രിക്കാണ് കൊടുത്തത്. മന്ത്രി ശുപാർശയോട് കൂടി അത് ദേവസ്വം ബോർഡിന് കൊടുക്കുന്നു. പത്മകുമാർ അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വാക്കാൽ ഫോണിൽ പറഞ്ഞതായിരിക്കില്ലല്ലോ, അതിനൊരു രേഖയുണ്ടാകുമല്ലോ. ആ കത്ത് ശബരിമലയിൽ ഫയലുകളിൽ കാണുമല്ലോ. ഇങ്ങനെ ഒരു കത്തുള്ള കാര്യം നമ്മൾ കുറച്ചാൾ മുമ്പ് കേട്ടിരുന്നു. അതൊരു ഊഹം മാത്രമാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ശരിവെക്കുന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തിയെ ദേവസ്വം മന്ത്രി ദേവസ്വം ബോർഡിന് പരിചയപ്പെടുത്തി കൊടുത്തത്? എന്തായിരിക്കാം കാരണം? ഇനി ഒരു പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വലിയ തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്നുണ്ട്. നോക്കൂ,
ഒരു പ്രധാനപ്പെട്ട കള്ളൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിയായി 2 കേസുകളിൽ നിൽക്കുന്നയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അതിനുശേഷം ദേവസ്വം ബോർഡിൽ എത്തിയ ഈ പോറ്റിയുടെ കത്തും അതിനുശേഷം ഇവരെല്ലാവരും ചേർന്ന് ഒരു വളരെ വലിയ ഗൂഢാലോചന നടത്തി ശബരിമലയിൽ നിന്ന് സ്വർണം അടിച്ചുകൊണ്ട് പോയി എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിലേക്ക് പോവുകയാണ്. അപ്പോഴും ഞാൻ പറയാം, ഇത് കോടതിയിൽ അന്വേഷിച്ച് തെളിയേണ്ട കാര്യമാണ്. അതുവരെ ഇത് ആരോപണം മാത്രമാണ്. എങ്കിലും തൽക്കാലം നമുക്ക് മനസ്സിലാകുന്ന അങ്ങനെയാണ്. കോടതിയുടെ റിമാൻഡ് റിപ്പോർട്ട് ഒന്നുകൂടെ വായിക്കുകയാണ്. അന്ന് വാസുവിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞത് പ്രതികൾക്ക് അന്യായ ലാഭവും ബോർഡിന് അന്യായ നഷ്ടവും ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ് 3 മുതൽ 7 വരെയുള്ള പ്രതികൾ ഇങ്ങനൊരു ഗൂഢോദ്ദേശത്തോടു കൂടി ദേവസ്വം ബോർഡിൻ്റെ അറിവോട് കൂടി ഇങ്ങനെ ചെയ്തു എന്നുള്ളതാണ് വാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. അതനുസരിച്ചാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ ഇപ്പോൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 2 പേർ കൂടി ഉണ്ട്. KP ശങ്കരദാസും വിജയകുമാറും CPM-ൻ്റെയും CPI-യുടെയും പ്രതിനിധികളുണ്ട്. ഇനി ഇതിവിടം കൊണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇതിവിടം കൊണ്ട് അവസാനിക്കണോ? ഇതേ ദേവസ്വം ബോർഡിൻ്റെ കാലത്തല്ലേ 2018 നമ്മൾ സംസാരിക്കുന്നത് 2019 2018 ദേവസ്വം തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലമായ ശബരിമലയുടെ വാതിൽ തന്നെ ഇളക്കിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിലും കൂടുതൽ സ്വർണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അന്വേഷിക്കണ്ടേ? അതും അന്വേഷിക്കണം. അത് അന്വേഷിക്കുകയും ഇപ്പോൾ പത്മകുമാർ അകത്ത് പോവുകയും ചെയ്ത സാഹചര്യത്തിൽ പത്മകുമാർ പറഞ്ഞ ഒരു വരി കൂടി നമ്മൾ ഓർക്കണം. പത്മകുമാറിൻ്റെ വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, ദൈവതുല്യമാണെന്ന് കരുതിയ ചില ആളുകൾ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആരായിരുന്നു ദൈവതുല്യമായ ആളുകൾ എന്നോട് ഇങ്ങനെ ഈ ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞത്? ഇന്ന് പത്മകുമാർ കൊടുത്തിരിക്കുന്ന മൊഴി കടകംപള്ളി സുരേന്ദ്രൻ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവതുല്യന്മാരായിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഒരു കാര്യം കൂടെ പറയാം. ഇനി ഇതിനൊരു തുടർച്ചയുണ്ട്. 2016-17 കാലത്ത് ദേവസ്വം മന്ത്രിയുടെ എന്ന് പറയപ്പെടുന്ന ശുപാർശയോട് കൂടി എത്തുന്ന പോറ്റി 2025 ആ പോറ്റിയുണ്ട്. നോക്കൂ, 2018 ശേഷം 3 ദേവസ്വം ബോർഡുകൾ ഉണ്ടായിരുന്നു. അവിടുത്തെ ദേവസ്വം ബോർഡ് അധികാരത്തിലിരിക്കുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾ മുഴുവൻ മാറി, ഉദ്യോഗസ്ഥർ മുഴുവൻ മാറി. പോറ്റിയും അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസും മാത്രം മാറിയിട്ടില്ല. 2017 മുതൽ 2025 വരെ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും ഉണ്ട്. ബാക്കിയുള്ള മുഴുവൻ സംവിധാനങ്ങളും മാറിയിട്ടും ഈ കൊള്ള നടന്നുകൊണ്ടേയിരുന്നു. ഞാൻ പറയുന്നതല്ല, കോടതി പറഞ്ഞ 2025 അവസാനത്തെ പരിപാടി 2019 സ്വർണ്ണക്കൊള്ള മറച്ചു വയ്ക്കാൻ വേണ്ടി ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഭരണ സംവിധാനം ശബരിമലയുള്ള എല്ലാ ആളുകളും മാറിയിട്ടും പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും മാറാതിരിക്കുകയും ഇവിടെ ഇത്രയും കാര്യങ്ങൾ തുടർച്ചയായി നടക്കുകയും ചെയ്തെങ്കിൽ ആരാണ് ശരിക്കുള്ള കിങ് പിൻ? അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ. ശരി, ആൻഡ്രോ, പാർട്ടി പത്മവ്യൂഹത്തിലാണോ? പാർട്ടി എങ്ങനെയാണ് പത്മവ്യൂഹത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഈ പത്മകുമാറാണ് പാർട്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന എൻ വാസുവാണ് പാർട്ടി? പാർട്ടി ആരാ? അല്ലല്ല, പാർട്ടി ആരാ? പത്മവ്യൂഹത്തെന്ന് പറയുന്നതിൽ അർത്ഥം മനസ്സിലായില്ല. കാരണം പാർട്ടി എന്ന് പറയുന്നത് ഒരു ബഹുജന പ്രസ്ഥാനമല്ലേ? കാരണം കേരളത്തിലുള്ള ലക്ഷോപലക്ഷം വരുന്ന പാർട്ടി പ്രവർത്തകരെല്ലാം സ്വർണ്ണക്കള്ള നടത്തിയിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. അങ്ങനെയല്ലല്ലോ. ഇപ്പം ഞാൻ പറയും, പണ്ട് കാലങ്ങളിൽ വീട്ടിൽ പിന്നെ ഈ പണ്ട് അമ്മമാരൊക്കെ കുറേ അരി എടുത്തിട്ട് ഇങ്ങനെ ഈ അടുപ്പത്തിടുന്നതിന് മുന്നേ ഇട്ട് ഇളക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ചില ഈ കറുത്ത അരികളുണ്ടാവും, എടുത്ത് പുറത്ത് കളയും. അത് ഈ ഇളക്കുന്നത് എന്തിനാണ്? ഇളക്കുമ്പോഴാണ് ഈ അരി മേലേക്ക് വരിക. കറുത്ത അരി എടുത്ത് പുറത്ത് കളയും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി എടുത്ത് ചോറ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചോറിനകത്ത് കറുത്ത ചോറ് കാണും, ഇല്ലേ? അതുപോലെയാണ് ചിലവരങ്ങനെ ഉണ്ടാവുന്നത്. ഇളക്കുമ്പോഴേ പുറത്ത് വരുള്ളൂ. അത് പാർട്ടിക്ക് വിളിച്ചപ്പോൾ വെളുത്തരി ആയിരിക്കാം, ചിലപ്പോൾ ഇളക്കുന്ന സമയത്ത് പുറത്ത് വരും. അപ്പോൾ എടുത്ത് പുറത്ത് കളയും. അല്ലെങ്കിൽ ഇപ്പോൾ അയ്യോ, അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ മുഴുവൻ വെളുത്തരികൾ മാത്രമേ ഉള്ളല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടങ്ങളും മറ്റൊന്നും. അതാണ് ഞാൻ പറയുന്നത്. ഇത് ഒരു ലക്ഷോപലക്ഷം വരുന്ന ജനപ്രതിനിധികൾ വരുന്ന ലക്ഷോപലക്ഷം വരുന്ന പാർട്ടി പ്രവർത്തകർ വരുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ അയ്യപ്പൻ്റെ സ്വർണ്ണം കാക്കാൻ പോകുന്നു വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമല്ലല്ലോ ഒന്നേ. അതുകൊണ്ട് പാർട്ടി പത്മവ്യൂഹത്തിലാണോ എന്ന് അത് ഗോവിന്ദ മാഷ് ക്ലാരിറ്റിയോട് പറഞ്ഞതല്ലേ. ആരെയും സംരക്ഷിക്കാൻ നിൽക്കുന്നില്ല. ആരെയും സംരക്ഷിക്കാൻ നിൽക്കില്ല. പിന്നെന്താണ്? കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ അനുഭവിച്ചോളുക, കുറ്റം ചെയ്യുന്നവൻ അനുഭവിച്ചോളുക എന്നുള്ളതിനേക്കാൾ അപ്പുറം എന്താ ചെയ്യാൻ പറ്റുക? അറസ്റ്റിലായാൽ കുറ്റാരോപിതൻ മാത്രമാണ്. അങ്ങനെയാണല്ലോ. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന ഈ കുറ്റം ആരോപിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇപ്പം എങ്ങനെയാണ് കുറ്റം? ഇപ്പം ഒരാൾക്കൊരു പരാതിയുണ്ട്, പരാതി കൊണ്ട് കൊടുത്താൽ എഫ്ഐആർ ഇട്ട് അറസ്റ്റ് ചെയ്യും. നോൺ ബെയിൽ ഓഫൻസിലാണ് എഫ്ഐആർ. നീ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കോടതി കൊണ്ട് ഹാജരാക്കുക. നിങ്ങൾക്ക് അന്വേഷണം നടത്തി തെളിവ് നടത്തി മൊഴിയെടുത്ത് കൂട്ടിയിരുത്തി മൊഴിയെടുത്തവരൊക്കെ കൊണ്ട് കൊടുക്കട്ടെ. അപ്പോഴേ ഞാൻ ഇപ്പം എന്താണ് പ്രശ്നം? ഇപ്പം അയ്യപ്പൻ്റെ സ്വർണ്ണം കണ്ടു, അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം. അതിനകത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ ഇടനില നടത്തും, ഇത് കൊണ്ടുപോയതും ഈ കൊണ്ടത് വിറ്റതും ഈ വിറ്റ സ്വർണ്ണം പിടിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പം ഇതിൻ്റെ അകത്ത് പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ വഴിയുണ്ടല്ലോ, ഒരു ഉദ്യോഗസ്ഥനെ ആദ്യം പിടിക്കുമ്പോൾ ചോദിക്കും ആരാ? അത് കമ്മീഷണർ പറഞ്ഞിട്ടാ. കമ്മീഷണറോട് ചോദിക്കും ആരാ പറഞ്ഞത്? അത് പിന്നെ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞിട്ടാ. ദേവസ്വം പ്രസിഡന്റ് പിടിക്കുമ്പോൾ അതാരാ? മന്ത്രി പറഞ്ഞിട്ടാ. ഇതൊരു പ്രോസസ്സാണ്. ഇതിപ്പോൾ എല്ലാവരും അവരവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള മാർഗം പറയും. ഇതൊക്കെ സത്യമായിക്കൊള്ളുന്നുണ്ടോ?
ഇപ്പം ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പം മന്ത്രി നേരിട്ട് വിളിച്ചിട്ട് ഇതാ പിന്നെ അയ്യപ്പൻ്റെ അടുത്ത് അവിടെ ഒരു പിന്നെ സ്വർണ്ണപ്പാതിലുണ്ട്, അത് നിങ്ങൾ ഇളക്കി കൊണ്ടുവരും, അതിന് ഒരു 1/2 കിലോ സ്വർണ്ണം എടുത്തിട്ട് അത് വിറ്റിട്ട് പൈസ എനിക്ക് തരുമെന്നും പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ദേവസ്വം പ്രസിഡന്റ് ഏത് പറഞ്ഞാൽ എ പത്മകുമാറിൻ്റെ കാര്യത്തിൽ കൂടെയാണ് പറയുന്നത്. അദ്ദേഹം അങ്ങനെ ചെയ്തു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവൊക്കെ അവിടുത്തെ ഏതാണ് മേൽശാന്തിയായിരുന്ന ആളാണ്, അല്ല അവരെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ. അവിടുന്ന് ഒരു 1/2 കിലോ സ്വർണ്ണം എടുത്താൽ 250 ഗ്രാം സ്വർണ്ണം എടുത്തിട്ട് അതെടുത്ത് വിറ്റിട്ട് ആ പൈസ പത്മകുമാർ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം അനുഭവിച്ചോളൂ എന്നുള്ളതാണ്. അതിന് പാർട്ടി പത്മവ്യൂഹത്തിലാണോ എന്ന് ചോദിക്കുന്ന ഒരു അർത്ഥമില്ലാന്ന് ഞാൻ പറഞ്ഞത്. പാർട്ടി പത്മവ്യൂഹത്തിലാകണമെങ്കിൽ എന്താണ്, വലിയ രീതിയിൽ പാർട്ടി പ്രവർത്തകരെല്ലാവരും കൂടെ ഗൂഢാലോചന നടത്തി എന്തെങ്കിലും ചെയ്യുകയാണെന്ന് പറയാം. ഇത് ഒരാൾ 1-2 ആൾക്കാർ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറമൊന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഈ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയെ സംബന്ധിച്ച് സ്വർണ്ണക്കൊള്ള നടത്തി എന്ന് പറയുന്നത് ആരാണ്? അത് പറയുന്നത് സ്വർണ്ണക്കൊള്ള നടത്തി അതിന് ഹൈക്കോടതി നേതൃത്വത്തിൽ ഒരു SIT അയച്ചു. SIT ക്ലാരിറ്റിയോടുകൂടി അന്വേഷിക്കുന്നുണ്ട്. അതിന് അന്വേഷണം തടയുന്ന രീതിയിൽ ആരെങ്കിലും അതിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഒരാളും പ്രവർത്തിക്കുന്നില്ലോ. സർക്കാർ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. അന്വേഷണ സംവിധാനങ്ങൾ അവിടെയുണ്ട്, അന്വേഷണം നടത്തുന്നുണ്ട്, അന്വേഷണം നടത്തുന്നതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ, അവിടെ അയ്യപ്പൻ്റെ ഒരു തരി സ്വർണ്ണം നഷ്ടപ്പെട്ടിട്ട് ആ സ്വർണ്ണം നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങളെല്ലാവരും ചെയ്യും. അതാണ് കേരളത്തിലെ പൊതുവായ ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത്. അതിനൊക്കെ ഒരു അപ്പുറത്തേക്ക് കടന്നിട്ട് ഇതെന്തോ എന്താണ് ഇപ്പം എന്തത്ര ശുഷ്കാന്തി എന്ന് പറയും. ഈ ശുഷ്കാന്തി മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ നടക്കുകയാണ്, പഞ്ചായത്ത് ഇലക്ഷൻ. എന്തെങ്കിലും ഈ ശുഷ്കാന്തി നമ്മൾ 2019 കണ്ടേ, ഘോഷയാത്ര, എന്തൊക്കെ ബഹളായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് കണ്ടത് 8 നിലയെ പൊട്ടി വീട്ടിൽ പോയിരുന്നു. ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച ആൾക്കാരൊക്കെ വീട്ടിലിരുന്നു. രാഷ്ട്രീയ ആരോപണത്തെ കുറിച്ചല്ലോ സംസാരിക്കുന്നത്. ശാന്തി കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ ശബരിമലയെ സംബന്ധിച്ച് ആർക്കാ അഭിപ്രായ വ്യത്യാസമുള്ളത്? ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സ്വർണം തിരിച്ചു പിടിക്കണമെന്ന് ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ആർക്കും. പിന്നെ ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് വന്നിട്ട് മുന്നിൽ നിന്ന് പറയുന്നുണ്ടോ, അയ്യോ പത്മകുമാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് പാവ മനുഷ്യരാണ്, അദ്ദേഹം സ്വർണ്ണം കട്ടിട്ടില്ല, അല്ലെങ്കിൽ എൻ വാസു സ്വർണ്ണം കട്ടിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് എന്താണ്? പറഞ്ഞതെന്ന് പറയുന്നത് കോടതിയുടെ നേതൃത്വത്തിൽ ഒരു SIT ഫോം ചെയ്ത് SI അന്വേഷിക്കുന്നുണ്ട്. സത്യസന്ധമായ രീതിയിലാണ് അന്വേഷണം പോകുന്നത്. അന്വേഷണം മുന്നോട്ട് പോട്ടെ, കുറ്റക്കാരനായി തെളിയിക്കട്ടെ എന്നല്ല പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകരോ സർക്കാരോ എന്ന് പറയുന്നുണ്ടോ ഇങ്ങനെയാണ് ഈ നടപടി ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ലല്ലോ. അല്ല സാറേ, ഇത്രയും നാൾ ഉദ്യോഗസ്ഥർ മാത്രമെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നേരിട്ട് പാർട്ടിയുടെ ഒരു ഘടകത്തിന്റെ, ജില്ലാ ഘടകത്തിന്റെ അംഗത്തിന്റെ കോന്നി മുൻ MLA പങ്കിലേക്ക് എത്തുകയാണ്. അപ്പോൾ അത് പൊളിറ്റിക്കലായി. ഇനി നിങ്ങൾക്ക് ബ്യൂറോക്രാറ്റിക് ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്. ആരെങ്കിലും ഒരാൾ ഒരു തെറ്റിയത്, അപ്പം ഞാൻ ചോദിക്കുന്നത് ഒരു MLA-ക്കെതിരെ ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ അത് പൊളിറ്റിക്കൽ അല്ലായിരുന്നോ? പൊളിറ്റിക്കലായിരുന്നു. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണെന്നേ. തെറ്റ് ചെയ്യുന്നവരെ നേരെ ആരോപണം വരികയും അത് ആരോപണം അദ്ദേഹത്തെ നിവർത്തിക്കാൻ പറ്റാത്ത കാലത്തോളം അദ്ദേഹം തെറ്റുകാരനായിട്ട് കണക്കാക്കപ്പെടുള്ളൂ. അപ്പോൾ എൻ വാസു പത്മകുമാറിനെതിരെ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഭരണകൂടം അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. 8ാം പ്രതിയായി വരും. ഇനി അടുത്തയാളോ ഇനി ഇവരുടെ ആരെങ്കിലും മൊഴിയുണ്ടോ? 9ാം പ്രതിയായിട്ട് അദ്ദേഹം വരും. കാരണം അതെല്ലാം മാർഗമില്ല. ഇനി ജിമ്മി സാർ പറഞ്ഞ പോലെ 2018 2017 2006 പോയ കുറേ പ്രതികൾ വേറെയും വരും. ഈ പാത്രം വിറ്റവരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേറെയുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം അന്വേഷണം. കള്ളന്മാരാണ് ഇത്രയും കാലം ശബരിമലയുടെ കാര്യങ്ങളൊക്കെ നോക്കിയത്. അതെ, നിങ്ങൾക്ക് പിന്നെ അതിന് യോഗം ഇല്ലാത്തതുകൊണ്ട് ആ പ്രശ്നമില്ല. അയ്യപ്പന് നല്ല യോഗമുണ്ട്, അതുകൊണ്ടാണ് അയ്യപ്പൻ എല്ലാവരെയും കണ്ടത്. അങ്ങനെ ഒരു യോഗം അയ്യപ്പൻ കൊടുത്തിട്ടേ ഇല്ല. ഒരു പ്രാവശ്യം പോലും അതൊന്നും ഭരിക്കാനുള്ള യോഗം കൊടുക്കാത്തതുകൊണ്ട് ആ ഒരു പ്രശ്നം കാണുന്നില്ല. പക്ഷെ ഒരു കാര്യം എന്താ അറിയോ, ഈ പിന്നെ ശബരിമല സംവിധാനത്തിന്റെ ഭാഗമായി ഒരു സർക്കാർ സംവിധാനത്തിൽ ചെയ്യേണ്ട പറ്റുന്ന എന്താ, വൃത്തിയായ രീതിയിൽ അവിടെ ദർശനം നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കുക. അതിനേക്കാൾ അപ്പുറം അവിടെ ദേവസ്വം ബോർഡുണ്ട്, ആ ദേവസ്വം കമ്മീഷനുണ്ട്, ഹൈക്കോടതി നേതൃത്വത്തിൽ ഒരു ബെഞ്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനകത്ത് തെറ്റിയെന്നവരൊക്കെ കുടുങ്ങണ്ടെന്ന് ആരാ പറയുന്നത്? ഞാൻ വിചാരിക്കുന്നില്ല ഇത് പാർട്ടിക്ക് ഒരു വലിയ രീതിയിൽ പ്രശ്നമുണ്ട്. പാർട്ടി അവരെ സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചാൽ അതൊരു പത്മവ്യൂഹത്തിൽ പെട്ടുപോകും. അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് പേടിക്കാനാണ്? ഒന്നും സംഭവിക്കില്ല എന്നുള്ള എൻ്റെ അഭിപ്രായം. ശരി, പാർട്ടി പത്മവ്യൂഹത്തിലോ എന്ന ചോദ്യത്തിന് എൻ്റെ ഉത്തരം ഭൂരിപക്ഷ വോട്ടുറപ്പിക്കാനുള്ള CPM-ന്റെ ശ്രമങ്ങൾ പാളിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് പാർട്ടി CPM-ഉം ശബരിമലയും തമ്മിൽ എന്തോ ഒരു ചേർച്ചക്കുറവുണ്ട്, അല്ലെങ്കിൽ ഇടത് സർക്കാരും ശബരിമലയും തമ്മിൽ എന്തോ ഒരു ചേർച്ചക്കുറവുണ്ട്. അത് പല കാര്യങ്ങളിലായി നമ്മൾ കണ്ടുവരികയാണ്. 2018 യുവതീ പ്രവേശ വിധി നടപ്പാക്കാനുള്ള ഒരു തിടുക്കം, ആ തിടുക്കം കാണിച്ചത് മുതൽ തന്നെ അത് വലിയ രീതിയിൽ പാർട്ടിക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഓരോ വീടുകളിലും ചെന്ന് കയറിക്കൊണ്ട് അത് ഞങ്ങൾക്ക് പറ്റിയ പിഴവാണ് എന്ന് പാർട്ടി നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി ഈ യുവതീ പ്രവേശം നടപ്പാക്കാൻ വേണ്ടി അന്ന് എൻ വാസുവിനെയാണ് ചുമതലപ്പെടുത്തിയത്. പാർട്ടി ഈ പത്മകുമാറുമായാലും എൻ വാസു ആയാലും
പാർട്ടിയുമായി എന്നതിനപ്പുറം പിണറായി വിജയനുമായി അടുത്ത ബന്ധമുള്ള 2 രാഷ്ട്രീയ നേതാക്കളാണ്. ആ 2 രാഷ്ട്രീയ നേതാക്കൾ അവിടെ ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് എത്തുന്നത് പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആൾ എന്ന നിലയ്ക്ക് തന്നെയാണ്. എൻ വാസുവും ആ നിലയ്ക്ക് തന്നെയാണ് വന്നത്. എൻ വാസു ഈ പറയുന്ന യുവതീ പ്രവേശ വിധി നടപ്പാക്കുന്ന ഘട്ടത്തിൽ അതിൽ വിശ്വാസിയായ പത്മകുമാർ അതിനോട് എതിർത്തുകൊണ്ട് തന്നെ പരസ്യമായി പ്രതികരിക്കാൻ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നത് അന്നത്തെ കമ്മീഷണറായിരുന്ന എൻ വാസു ആയിരുന്നു. ആ നിലയ്ക്ക് പാർട്ടിയുടെ വിശ്വസ്തനായിരുന്നു എൻ വാസു. 2 തവണ കമ്മീഷണറാകുന്നു നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പറഞ്ഞു. അപ്പോൾ 2 തവണ കമ്മീഷണറായ ഒരാൾ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത് നമ്മൾ എൻ വാസുവിൻ്റെ കാര്യത്തിൽ കണ്ടു. പത്മകുമാറിൻ്റെ കാര്യത്തിലും പത്മകുമാർ പിണറായി വിജയനുമായി ഏറ്റവും അടുത്ത നേതാവാണ്. പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുമ്പോൾ ശബരിമലയുമായി അടുത്ത ബന്ധമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മുൻ തലമുറയിൽപ്പെട്ട ജാനകി അമ്മയാണ് ഹരിവരാസനം എഴുതിയത്. ഹരിവരാസനം നമ്മളെപ്പോഴും കേൾക്കുന്ന പാട്ടല്ലേ ഹരിവരാസനം, അത് എഴുതിയത് ജാനകി അമ്മയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനും അവിടുത്തെ കരാറുകാരനായിരുന്നു. അങ്ങനെ ശബരിമലയുമായി ഏറ്റവും ബന്ധമുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഭൂരിപക്ഷ വോട്ട് ഉറപ്പിക്കാൻ ഒരു പ്രധാനപ്പെട്ട ആൾ തന്നെയായിരുന്നു അവിടെ പത്മകുമാർ എന്നുള്ളത്. പല ഘട്ടങ്ങളിലും പക്ഷേ അദ്ദേഹത്തിന് വലിയ പോസ്റ്റുകളിലേക്ക്, പാർട്ടിയുടെ വലിയ പോസ്റ്റുകളിലേക്ക് എത്താൻ പറ്റില്ല. പാർട്ടി CPM സെക്രട്ടേറിയറ്റ് വരെ, ജില്ലാ സെക്രട്ടേറിയറ്റ് വരെ അദ്ദേഹം എത്തി. അതിനുശേഷം നമുക്കറിയാം വീണ ജോർജുമായുള്ള ബന്ധം, വീണ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചില എതിരഭിപ്രായങ്ങൾ, വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നതിൻ്റെ എതിരഭിപ്രായങ്ങൾ, അതൊക്കെ വന്ന ഘട്ടത്തിലാണ് അദ്ദേഹം വെറുമൊരു പാർട്ടിക്കാരനായി തുടരുമെന്നുള്ള പരസ്യപ്രതിനൊക്കെ നമ്മൾ കണ്ട. അങ്ങനെ ആ ബന്ധം വഷളായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് പത്മകുമാറും പിണറായി വിജയനും തമ്മിലുള്ള ഇക്വേഷൻ ആ സമയത്ത് തന്നെ തെറ്റിയിരുന്നു എന്നുള്ളതാണ്. അപ്പോഴേക്കും അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഇപ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് അത്രത്തോളം ബന്ധമുള്ള ഒരാൾ, ശബരിമലയുടെ ഓരോ മുക്കുമൂലയും അറിയുന്ന ആളായിരിക്കുമല്ലോ, അങ്ങനെ ഒരു ആൾ ആദ്യം നൽകിയ പ്രതികരണം, ഞാൻ അവിടെ ചുമതലയേൽക്കുമ്പോൾ അതിൽ സ്വർണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല, ചെമ്പായിരുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ ചുമതലയേൽക്കുമ്പോൾ മാത്രമല്ല അദ്ദേഹം അവിടെ ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിന് കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അറിയുന്ന ഒരാളാണ്. അവിടെ സ്വർണ്ണം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത്, അതിൽ തന്നെ അദ്ദേഹത്തിന് പാളിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം ഈ പറഞ്ഞ ദൈവതുല്യരായി കാണുന്ന പലരുമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല അത് കടകംപള്ളിയാണെന്ന്. അത് ഒരുപക്ഷെ തന്ത്രിയിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള ഒരു പ്രതികരണമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ നിൽക്കുന്നു. SIT അന്വേഷണം പോകുന്ന രൂപം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ആദ്യം അറസ്റ്റിലായവരിൽ നിന്നും മൊഴിയുടെ അടിസ്ഥാനത്തിൽ അടുത്ത അറസ്റ്റിലേക്ക് പോകുന്നു, അടുത്ത ആളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അടുത്ത അറസ്റ്റിലേക്ക് പോകുന്നു. അങ്ങനെ കണ്ണി ചേർത്താണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ എൻ വാസുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പത്മകുമാറിലേക്ക് എത്തിയിരിക്കുന്നത്. അത് ഒരു എന്താ പറയുക, പത്മകുമാറും എൻ വാസും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതായിരുന്നില്ല. അപ്പോൾ ഇനി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മൊഴിയായിട്ട് വേണമെങ്കിൽ പത്മകുമാറിന് പറയാം. പക്ഷേ ഇപ്പോൾ SITയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ആസൂത്രകനാണ്. ആസൂത്രകൻ എന്ന് പറയുമ്പോൾ പത്മകുമാറിൻ്റെ വസതിയിൽ വെച്ചാണ് പോറ്റി ഈ ആലോചനകൾ ഒക്കെ നടത്തിയത് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. അങ്ങനെയുള്ള കണ്ടെത്തൽ വരുന്ന ഘട്ടത്തിലാണ് എൻ്റെ അടുത്തേക്ക് ദേവസ്വം ബോർഡിലേക്ക് ദേവസ്വം മന്ത്രിയാണ് ശുപാർശ നൽകിയത്. അതായത് ഈ സ്വർണ്ണപ്പാളി നന്നാക്കാൻ കൊടുക്കേണ്ടത് പോറ്റിക്കാണ് എന്ന ശുപാർശ നൽകിയത് ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന മൊഴി നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ പത്മകുമാറിൻ്റെ ചിരി, പത്മകുമാറിൻ്റെ ആത്മവിശ്വാസം ഒരുപക്ഷെ അതായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ചിരിയുടെ അർത്ഥം ഒരുപക്ഷെ ഞാൻ മാത്രമല്ല ഇനിയും ചിലർ കുടുങ്ങാനുണ്ട് എന്നതായിരിക്കുമോ എന്ന് വേണമെങ്കിൽ കരുതാൻ പറ്റും. അപ്പോൾ ആ രൂപത്തിലാണ് ഇപ്പോൾ ഇതിൽ പല നേതാക്കളും നടത്തിയിരിക്കുന്ന പ്രതികരണം. കടകംപള്ളി അന്ന് പറഞ്ഞത് എൻ വാസു വളരെ നല്ലവരാണ്, അതായത് അറസ്റ്റിന് ശേഷം അദ്ദേഹം പറഞ്ഞ പ്രതികരണമാണ്. അപ്പോൾ സംരക്ഷിക്കാനുള്ള ഒരു ത്വര അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം പത്മകുമാർ എന്ന പേരെടുത്ത് പറഞ്ഞുകൊണ്ടല്ല. സ്വർണം, ഒരു തരി സ്വർണം പോലെ, അതിങ്ങനെ റെക്കോർഡ് ചെയ്ത പോലെ എല്ലാ നേതാക്കളും പറയുന്നത്, ഒരു തരി സ്വർണം പോലും അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം പോലും എടുത്തവർ അവർക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകില്ല. ഈ വാചകം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പറയുന്നു അറസ്റ്റിലായി കഴിഞ്ഞാൽ അത് കുറ്റാരോപിതൻ മാത്രം. വളരെ സാങ്കേതികമായിട്ടാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. അറസ്റ്റിലായത് കുറ്റാരോപിതൻ മാത്രമാണ് എന്ന് പറയുന്നത് പാർട്ടിയുമായി ഇപ്പോൾ നല്ല ബന്ധത്തിലില്ലാത്ത പത്മകുമാറിനെ പ്രകോപിപ്പിക്കാതിരിക്കാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ പ്രകോപിപ്പിക്കാതിരുന്നാൽ മാത്രമേ അദ്ദേഹത്തെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രതികരണം നടത്തിയത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ പത്മകുമാറിൽ നിന്നും അടുത്ത ആളിലേക്ക് മുകളിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു പ്രതിരോധം തീർത്തുകൊണ്ടാണ് ആ പ്രതികരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ക്യാപ്സൂൾ മതിയാകില്ല. എല്ലാ ഘട്ടത്തിലും ഞങ്ങൾക്കിതിലൊരു പങ്കുമില്ല, പാർട്ടി തുറന്ന പുസ്തകമാണ് എന്നൊക്കെ രൂപത്തിൽ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. ഈ ഭൂരിപക്ഷ വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസമുള്ള ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് അതെങ്ങനെയൊക്കെ പൊളിഞ്ഞു എന്നുള്ളത് നമ്മൾ പല ദിവസം ചർച്ച ചെയ്തതാണ്. അതിലെ ജനപ്രാതിനിധ്യം കൊണ്ടല്ല, അതിലെ വേദിയിലെ പ്രാതിനിധ്യം
സാന്നിധ്യം കൊണ്ടാണ് വിജയിച്ചത്. അന്ന് വേദിയിലുണ്ടായിരുന്ന സുകുമാരൻ നായരെ ഇപ്പോൾ കാണാനില്ല. സുകുമാരൻ നായരുടെ ഒരു പ്രതികരണവും ഈ പറഞ്ഞ സ്വർണ്ണപ്പാളി അറസ്റ്റിന് ശേഷം നമ്മൾ കണ്ടിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ എന്തൊക്കെയോ പറഞ്ഞ് നടക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സർക്കാരിനെ ഇങ്ങോട്ട് പൂർണ്ണമായിട്ട് ഏൽപ്പിക്കണം എന്നാണ്. ദേവസ്വം ബോർഡ് വേണ്ട, സർക്കാരിനെ ഇങ്ങോട്ട് ഏൽപ്പിക്കണം എന്നുള്ളതൊക്കെയാണ്. അതവിടെ പോട്ടെ. എന്തായാലും വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രതികരണങ്ങൾക്കൊന്നും ഒരക്ഷരവും മിണ്ടാതെ ഏറ്റവും ഒടുവിൽ ഈ എം.വി. ഗോവിന്ദൻ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കുഞ്ഞാലിക്കുട്ടി, പി.കെ. കുഞ്ഞാലിക്കുട്ടി വർഗീയവാദിയാണെന്നാണ്. നമ്മൾ പി.കെ. കുഞ്ഞാലിക്കുട്ടി വർഗീയവാദിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വർഗീയ ലഹളകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആ തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ സ്വന്തം സമുദായത്തെ അനുനയിപ്പിച്ച് അവരുടെ ഭാഗത്ത് ഒരു സ്പാർക്ക് പോലും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ നടത്തുന്ന ഒരു നേതാവായിട്ടാണ് നമ്മൾ പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ കണ്ടിട്ടുള്ളത്. നമുക്ക് ബാബറി മസ്ജിദിൻ്റെ കാലത്തും അറിയാം, ഈ പിന്നെ കോഴിക്കോടുണ്ടായ കലാപത്തിൽ, മാറാട് കലാപത്തിൻ്റെ സമയത്തൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ വർഗീയവാദി എന്ന് വിളിക്കുന്നത് ഭൂരിപക്ഷ വോട്ടുറപ്പിക്കാനാണ്. അത് ഞാൻ പറഞ്ഞത്, ഈ ശബരിമല വഴി ഭൂരിപക്ഷ വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ തരത്തിലും പാളുകയാണ്. ഇത് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് സ്വർണത്തിൻ്റെ കനമല്ല, സ്വർണത്തിൻ്റെ കിലോ കണക്കല്ല, ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. വിശ്വാസമാണ് അവിടെ പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. അതായത് പാർട്ടിയിൽ ഈ വിഷയത്തിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇടത് സർക്കാരിൽ വെച്ചിരിക്കുന്ന വിശ്വാസമാണ് തകർന്നിരിക്കുന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ പാർട്ടിയിലെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ എന്തൊക്കെ പറഞ്ഞാലും എൻ വാസു ഇപ്പോൾ പാർട്ടിയുടെ ആരുമല്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. എൻ വാസു വന്നതും എൻ വാസുവിന് എല്ലാ ചുമതലകളും ലഭിച്ചതും പാർട്ടിയുടെ ആളായിട്ട് തന്നെയാണ്. ഇപ്പോൾ ചുമതലയുണ്ട് എന്നുള്ളത്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ ഒരു അംഗത്തെക്കുറിച്ചാണല്ലോ. ഇന്ന് രാജു എബ്രഹാം, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് കേട്ടോ. ഗവൺമെൻറ് നിലപാട് CPM, ഗവൺമെൻറ് നിലപാട് സർക്കാർ, പാർട്ടി നിലപാട് CPM പറയുന്നുണ്ട്. SIT അന്വേഷണത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നത് ഉദ്യോഗസ്ഥരുള്ളവരായാലും രാഷ്ട്രീയ രംഗത്തുള്ളവരായാലും സഹായിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ രംഗത്തുള്ള ആരൊക്കെയോ കുറിച്ച് സൂചനകൾ കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും രാജു എബ്രഹാമിൻ്റെ പ്രതികരണം അതായിരുന്നു. എന്തായാലും വലിയ പ്രതിരോധത്തിലാകുന്ന ഒരു വിഷയം തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഭൂരിപക്ഷ വോട്ടുറപ്പിക്കാനുള്ള അവസാന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളാപ്പള്ളിയുടെ വർഗീയത അങ്ങനെ നടന്നു പോകട്ടെ എന്ന് കരുതുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്, ഈ അറസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നത്. ഇത് ഇവിടം കൂടി നിൽക്കില്ല എന്നുള്ള സൂചനകൾ നമ്മുടെ പ്രതിനിധികൾ തന്നെ വിവരങ്ങളായി തന്നുകൊണ്ടിരിക്കുകയാണ്. കടകംപള്ളിയിലേക്ക് എത്തുകയാണെങ്കിൽ വലിയ പ്രശ്നമാകും. പാർട്ടിയെ സംബന്ധിച്ച് വലിയ പത്മവ്യൂഹത്തിൽ തന്നെയാണ്. പിണറായി വിജയൻ ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ല. പാർട്ടി സെക്രട്ടറി പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി അത് കേരള ഘടകം വിശദീകരിക്കുമെന്നും പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണമായും പാർട്ടി പ്രതിരോധത്തിലാണ് അല്ലെങ്കിൽ പത്മവ്യൂഹത്തിലാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സുജയ, പാർട്ടി പത്മവ്യൂഹത്തിലാണോ? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞായിരുന്നു. ഇപ്പം പതിയെ ഓരോരുത്തരായിട്ട് വെള്ളം എടുത്ത് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് കുടിക്കേണ്ടി വരുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്നാൽ മാത്രമേ പത്മവ്യൂഹത്തിലാണ്. പത്മവ്യൂഹം എന്നുള്ള വാക്കൊക്കെ അത് നമ്മൾ വളരെ സീക്രട്ടായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാചകമാണ്. അങ്ങനെയുള്ളൊരു പത്മവ്യൂഹത്തിലൊന്നും കയറി ചെല്ലുന്ന ഒരു പാർട്ടിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അഭിമന്യുവിനെ പോലെ നമുക്ക് താരതമ്യം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പോൾ പത്മകുമാരനെ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അഭിമന്യു മോഷണമൊന്നും നടത്തിയിട്ട് പോയി ചെന്ന് കയറിയതല്ല ഈ പത്മവ്യൂഹം എന്ന് പറയുന്നത്. പുരാണമൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും പാർട്ടി ഇപ്പോൾ ഒരു ഊരാ കുടുക്കിൽപ്പെട്ടിരിക്കുക. അതിനെ നമുക്ക് പുരാണങ്ങളിൽ നിന്നുള്ള ഈ വാക്കെടുത്ത് തൽക്കാലത്തേക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ യെസ് ആണ് എൻ്റെ മറുപടി. ഇവിടെ അയ്യപ്പൻ തീരുമാനിക്കുമെന്ന് പത്മകുമാർ ഇന്ന് എന്തായാലും സമ്മതിച്ചു. അയ്യപ്പൻ തീരുമാനിച്ചു കഴിഞ്ഞു. അത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ തന്നെ അയ്യപ്പൻ തീരുമാനിച്ചതാണ്. എന്നാൽ ശരി, ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തിയതല്ലേ, നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാം, എല്ലാം ശരിയാക്കാമെന്നാണല്ലോ അധികാരത്തിലെത്തുമ്പോൾ LDF പറഞ്ഞത് 2016. അതിനുശേഷം ഉറപ്പാണ് LDF. അപ്പോൾ എല്ലാം ശരിയാക്കി ഉറപ്പായി നിൽക്കട്ടെ എന്ന് കരുതി അയ്യപ്പൻ കൂടി സഹായിക്കുന്നതാണ്. കാരണം അയ്യപ്പൻ്റെ ഒരു മുന്നിലേക്ക് എത്തുന്ന ലക്ഷക്കണക്കിന് കോടാനുകോടി വിശ്വാസികൾക്ക് അവരവരുടെ സങ്കടങ്ങളൊക്കെ ഇറക്കി വെക്കുമ്പോൾ ആ സങ്കടങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കൊടുക്കുന്ന ഒരു ആളായിട്ടാണ് അയ്യപ്പനെ നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് വിശ്വാസികൾ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ പത്മകുമാറിൻ്റെ ആശങ്കകൾ, അദ്ദേഹത്തിൻ്റെ ആവലാതികൾ, അദ്ദേഹവും അയ്യപ്പന് മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പാർട്ടിയുടെ ജില്ലാ ഘടകത്തിലുള്ള ആളാണെങ്കിലും. അപ്പോൾ അങ്ങനെ പത്മകുമാറും പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് അദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞത് അയ്യപ്പൻ തീരുമാനിക്കും. അയ്യപ്പൻ തീരുമാനിച്ചത് നടപ്പാക്കാനായിട്ടുള്ള ഒരു ഉപകരണമായി. കാരണം നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തി, അത് ഏത് ശക്തിയായാലും ഏത് മതവിശ്വാസിയായാലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, ഒരു സുപ്രീം പവർ ഉണ്ട്. ആ പവർ ആക്ട് ചെയ്യുന്നത് അതിൻ്റെതായ രൂപത്തിലല്ല, മറ്റ് വ്യക്തികളിലൂടെയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പത്മകുമാറിലൂടെ അയ്യപ്പൻ പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. SITക്ക് മുന്നിൽ കൊടുത്തിരിക്കുന്ന മൊഴി ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അയ്യപ്പൻ തീരുമാനിച്ച കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നു എന്നുള്ളൊരു കോൺഫിഡൻസ് ആകാം ഇന്ന് പത്മകുമാറിൻ്റെ ശരീരഭാഷയിൽ നമ്മൾ കണ്ടത്. SITയുടെ മുന്നിലേക്ക് എത്താനൊക്കെ പലതവണ ഒഴിവുകഴിവുകൾ പറഞ്ഞതിന് ശേഷമാണ് ഇന്ന് രാവിലെ SITയുടെ മുന്നിലേക്ക് പത്മകുമാർ എത്തുന്നത്. അറസ്റ്റ് ഉണ്ടാകുമെന്നൊക്കെ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം താൻ ചെയ്ത കാര്യം എന്താണ്
തനിക്കൊപ്പം ഈ കാര്യങ്ങൾ ചെയ്യാൻ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ ഒരു പ്രായമായല്ലോ. അപ്പം റീകളക്ട് ചെയ്യണമല്ലോ അന്ന് സംഭവിച്ച കാര്യങ്ങൾ. അതിനുള്ള തെളിവുകൾ എല്ലാം ശേഖരിച്ചതിന് ശേഷമാകണം SITയുടെ മുന്നിലേക്ക് A പത്മകുമാർ പോയത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം രേഖകളടക്കം വേണം. വെറുതെ അങ്ങോട്ട് ദേവസ്വം മന്ത്രി എന്ന് പറഞ്ഞാൽ ശരിയാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ SITയുടെ മുന്നിലേക്ക് കൃത്യമായ കാര്യങ്ങൾ, എൻ വാസു ആണെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരത്തെ തന്നെ ഇമെയിൽ ഇതാണ് പോറ്റി അയച്ച ഇമെയിൽ, ബാക്കി വന്ന സ്വർണ്ണത്തെക്കുറിച്ച് അങ്ങനെയുള്ള പല പല കാര്യങ്ങളും പറഞ്ഞു. അതുപോലെ തന്നെ A പത്മകുമാറും കിട്ടാവുന്ന കാര്യങ്ങളെല്ലാം ശേഖരിച്ചതിന് ശേഷം ഈ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തിയതാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം താൻ പെടുകയാണെങ്കിൽ തന്നെ ഇതിൽ പെടുത്തിയവർ, അതിന് മുകളിലുള്ളവർ ഒക്കെ പെടട്ടെ എന്ന് പത്മകുമാർ കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റു പറയാൻ കഴിയുമോ? അയ്യപ്പന്റെ മുതൽ മോഷ്ടിക്കാൻ അന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരു വ്യക്തിയായിരിക്കില്ല, ഒന്നിലധികം വ്യക്തികൾ ഉണ്ടാകും. അതുകൊണ്ടാണ് അയ്യപ്പൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. ഇവിടെ 6ാമത്തെ അറസ്റ്റ് ഇതുവരെ കണ്ട അറസ്റ്റുകൾ പോലെയല്ല. 6ാമത്തെ അറസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായ ഒരു അറസ്റ്റാണ്. കാരണം എല്ലാം അറിയുന്ന ഒരാളെ അന്വേഷണ സംഘത്തിന് കിട്ടിയാലേ മറ്റ് കണ്ണികളിലേക്ക് കണക്ട് ചെയ്തു പോകാൻ കഴിയുള്ളൂ. ഇതുവരെ അറസ്റ്റിലായ 5 പേരിൽ എൻ വാസു മാത്രമാണ് എല്ലാ കണ്ണികളെയും ഒരുപക്ഷെ അറിയാമായിരിക്കുന്ന ആൾ. പക്ഷേ അവിടെയും പോറ്റിയുമായി ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, സാമ്പത്തിക ഇടപാടുകൾ ഇതൊക്കെ നടത്തിയിട്ടുള്ള ആളായി SIT കണ്ടെത്തിയിരിക്കുന്നത് A പത്മകുമാറിനെയാണ്. ഈ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങളടക്കം ശേഖരിച്ചതിന് ശേഷമാണ് A പത്മകുമാറിനെ നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ SIT ആ കാര്യങ്ങൾ വ്യക്തമാക്കുമായിരിക്കും. എന്തായാലും ഇവിടെ ഇപ്പോൾ നോക്കൂ, എന്തൊരു നാണക്കേടാണ്. കട്ടിളപ്പാളി കടത്തിയ കേസിൽ കോന്നി മുൻ MLA അറസ്റ്റിൽ. ഈ വാചകം വായിക്കാൻ തന്നെ എന്തൊരു നാണക്കേടാണ്. കട്ടിളപ്പാളി, നമ്മൾ ക്രേസി ഗോപാലൻ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങളൊക്കെ ഓർമ്മ കാണുമായിരിക്കുമല്ലോ. ക്രേസി ഗോപാലൻ എന്ന് പറയുന്ന സിനിമയിൽ കട്ടിളയാണ്, കട്ടിള ഗോപാലനാണ്. കട്ടിള എവിടെ വെച്ച് കഴിഞ്ഞാലും, ഏത് വീടിന് കട്ടിള വെച്ചാലും ഗോപാലൻ അത് പൊക്കും. ഇത് ഗോപാലനേക്കാളും അപ്പുറമാണ്, അയ്യപ്പൻ്റെ കട്ടിളയും പൊക്കും. അങ്ങനെയുള്ള ഒരു ഗോപാലനായി മാറുകയാണ് കോന്നിയുടെ മുൻ MLA ആയ CPIഎമ്മിൻ്റെ മുതിർന്ന നേതാവായ 1991 34ാമത്തെ വയസ്സിൽ കോന്നിയിൽ MLA ആയതാണ്. ഈ അടുത്തൊന്നും ആയതല്ല. അത്രയും കാലമായി 19 വർഷമായി പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു ഉറച്ച സഖാവ്. ആ സഖാവാണ് അയ്യപ്പൻ്റെ മുതൽ കള്ളൻ, മറ്റ് കള്ളന്മാർക്ക് കുട പിടിച്ച പെരുങ്കള്ളൻ. അതാണിപ്പോൾ SIT അറസ്റ്റിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. അപ്പോൾ ആ കള്ളനെ ഇത്രയും നാളും കൊണ്ടു നടന്ന പാർട്ടി പിന്നെ പത്മവ്യൂഹത്തിലെന്നല്ല, അതിനും അപ്പുറത്ത് എന്തെങ്കിലും ആണെങ്കിൽ അതാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ പാർട്ടിക്ക് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. അതുകൊണ്ടാണ് കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന നിലയിൽ MV ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിന് പറയാൻ കഴിയുന്ന ഒരു പ്രതികരണം അങ്ങ് നടത്തിയിട്ട് പോയത്. എന്ത് പറയാനാണ്? ഈ കള്ളനെ കൊള്ളാൻ പറ്റുമോ? ഈ കള്ളനെ തള്ളിയാൽ ഈ കള്ളൻ മറ്റു കള്ളന്മാരുടെ പേര് പറയില്ലേ? അങ്ങനെ ആകെ ബുദ്ധിമുട്ടിലാണ് MV ഗോവിന്ദ മാസ്റ്റർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒന്നും എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളയിലൊന്നും നേരിട്ടിടപെട്ടിട്ടുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുന്നതിനൊക്കെ മുമ്പേ നടന്ന ഇടപാടുകളാണല്ലോ ഇതൊക്കെ. അപ്പോൾ MV ഗോവിന്ദ മാസ്റ്റർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് അദ്ദേഹം കള്ളന്മാരെ സംരക്ഷിക്കേണ്ട എന്നുള്ള ഒരു ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും എന്തായാലും തെളിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പെരിഫറലായിട്ടുള്ളൊരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഷയത്തിന്റെ മെറിറ്റിലേക്കൊന്നും അദ്ദേഹം ആഴത്തിൽ പോകാനോ അല്ലെങ്കിൽ ഇത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ സാധിക്കാത്ത യെസ് ഓർ നോ എന്ന് ചോദിക്കുമ്പോൾ ഓർ എന്നുള്ള ഒരു മറുപടിയാണ് ഇന്ന് MV ഗോവിന്ദ മാസ്റ്റർ നടത്തിയത്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു മറുപടിയായിട്ട് ഞാൻ കരുതുന്നുമില്ല. ഇന്ന് അദ്ദേഹത്തിന് അത് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കൊള്ള നടന്നത് എങ്ങനെയാണ്? ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, ഒരാളുടെ മാത്രം താല്പര്യം. അയാൾക്ക് സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകാൻ, അയാൾ ഒരു സ്വർണ്ണക്കള്ളൻ, അയാൾ റോദം ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിന്റെ മറ്റ് ഇടപാടുകാരുമായിട്ടൊക്കെ ചേർന്ന് നടത്തിയിട്ടുള്ള ഇടപാട്, അതുപോലെ തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നടത്തിയ ഇടപാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ലിമിറ്റഡ് ആക്കാനായിട്ട് ശ്രമിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ. അതിനുശേഷം കൂടുതൽ പേരിലേക്ക് അന്വേഷണം നടന്നപ്പോൾ എന്താ സംഭവിച്ചത്? കൂടുതൽ പേരിലേക്ക് അന്വേഷണം നടന്നപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന അഴിമതി, ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യം. ഇപ്പോൾ അതും കഴിഞ്ഞ് 3ാമത്തെ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഗെയിമിനൊക്കെ ഈ പറയുന്ന ഈസി മോഡുണ്ട്, അതുപോലെ തന്നെ അതിന് അടുത്ത റേഞ്ച് ഉണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ ഓരോരോ റേഞ്ച് കയറിയാണ് വരുന്നത്. ഇപ്പോൾ അങ്ങനെ ഓരോ റേഞ്ചായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജില്ലാ ഘടകത്തിലെ പ്രധാനപ്പെട്ട നേതാവ്, മുൻ MLA എന്നുള്ള റേഞ്ച് വരെ എത്തിയിട്ടുണ്ട്. ഇനി മുൻമന്ത്രി എന്ന റേഞ്ചിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. മുൻമന്ത്രി എന്ന റേഞ്ചിലേക്ക് കടക്കാനായിട്ടുള്ള മരുന്ന് എന്തായാലും A പത്മകുമാർ ഇപ്പോൾ കൊടുത്തു വെച്ചിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അന്ന് മുൻമന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, അതിനുശേഷം ദേവസ്വം മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണൻ, അതിനുശേഷം ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന N വാസവൻ, അപ്പോൾ ഈ 3 പേരുടെയും പങ്ക് അന്വേഷിക്കുന്ന രീതിയിലേക്ക് വന്നാൽ ഇതിനൊരു ക്ലാരിറ്റി വരികയുള്ളൂ. കാരണം ഈ 3 പേരുടെയും കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഇടപാടുകൾ അതെല്ലാം പരിശോധിക്കപ്പെടണമല്ലോ. അല്ലാതെ N വാസവന് അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച്, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്ക് അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ കഴിയില്ല. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ട് ഈ കത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ, കത്ത് കൊടുത്തു എന്നാണ് ഇപ്പോൾ പത്മകുമാർ കൊടുത്തിരിക്കുന്ന മൊഴി. അപ്പോൾ അത് റിമാൻഡ് റിപ്പോർട്ടായി വരികയും അല്ലെങ്കിൽ ഈ കത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കപ്പെടുകയും SIT അത് കോടതിയിൽ എത്തിക്കുകയും ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിലേക്ക് പോകേണ്ടി വരും. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, വൻ സ്രാവുകളിലേക്ക് അന്വേഷണം നീങ്ങണം. ഇത് ലിമിറ്റഡ് ആയിട്ടുള്ളൊരു അന്വേഷണം അല്ല വേണ്ടത്, എല്ലാ മേഖലകളിലും അന്വേഷണം എത്തണമെന്ന് ഹൈക്കോടതി കൃത്യമായിട്ടുള്ള നിർദ്ദേശം SITക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു അന്വേഷണം നടന്നില്ല
എങ്കിൽ ഇതിലെ സത്യം പുറത്തു വരില്ല. ഇവിടെ സ്വർണം ചെമ്പാക്കിയ ആളുകൾ ആരൊക്കെയാണ്, ആ ചെമ്പാക്കിയവരുടെയൊക്കെ ചെമ്പ് തെളിയണം. ആ ചെമ്പ് തെളിയുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം വേണമെന്നതാണ് എൻ്റെ വ്യക്തിപരമായ ഇതിലെ അഭിപ്രായം. ഇവിടെ CPIM പ്രതിരോധത്തിലാണ് എന്ന് പറയുമ്പോൾ CPIM എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനം എത്രത്തോളം പ്രതിരോധത്തിലാണ് എന്നത് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അവർക്ക് തള്ളിക്കളയാം. ഈ വ്യക്തിയെ അങ്ങ് ഒഴിവാക്കിയാൽ മതി. ഈ വ്യക്തി കാര്യങ്ങൾ ചെയ്തത് പാർട്ടിയുടെ അറിവോടെയല്ല എന്ന് പറഞ്ഞ് ഡിസോൺ ചെയ്യണം. പക്ഷേ ഡിസോൺ ചെയ്യുമ്പോഴത്തേക്കും കൂടെയുള്ള ബാക്കി ആരെങ്കിലും ഒക്കെ പെടുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടാകും. പക്ഷേ 1-2 ദിവസത്തിനുള്ളിൽ ആ തീരുമാനം പാർട്ടി എടുത്തില്ല എങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ, ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ CPIM-ന് നല്ല രീതിയിൽ, ഇടതുപക്ഷത്തിന് നല്ല രീതിയിൽ പലയിടങ്ങളിലും മേൽക്കൈയുണ്ട്. അത് ഒരുപക്ഷെ അവർ നിലനിർത്തുമായിരിക്കും. പ്രാദേശിക വിഷയങ്ങളൊക്കെ വെച്ചാണ് വോട്ടിടുന്നത്. ഈ ശബരിമലയൊന്നും വിഷയമാക്കാതെ ഒരുപക്ഷെ അവർക്ക് കഴിഞ്ഞ തവണത്തെ അതേ മാർജിനുള്ള വിജയം ആവർത്തിക്കാനോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിജയത്തിലേക്ക് പോകാനോ ഒക്കെ സാധിച്ചേക്കും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഇത് വൈഡായി ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തും. കാരണം കോടതിയിലേക്ക് ഈ പ്രതികളുടെയൊക്കെ അറസ്റ്റൊക്കെ പൂർത്തിയായി ഈ കേസ് പൂർണ്ണ തോതിൽ എത്തുന്നത് ആ ഒരു സമയമാകുമ്പോഴായിരിക്കും. ഒരു ജനുവരിയൊക്കെ ആകുമ്പോഴേക്കായിരിക്കും ഈ അറസ്റ്റും ഇതിന്റെ അന്വേഷണവും എല്ലാം ഏകദേശം തീരാറായി എന്നൊരു ഘട്ടത്തിലേക്ക് എത്തുക. അല്ലെങ്കിൽ ഒരുപക്ഷെ അപ്പോഴും ഈ അറസ്റ്റുകളുടെ ഒരു കണ്ടിന്യൂവേഷൻ ഓരോരുത്തരും നൽകുന്ന മൊഴി അനുസരിച്ച് ആൻഡ്രൂ സർ പറഞ്ഞതുപോലെ ഇതൊരു ചെയിൻ റിയാക്ഷനായി വേണമെങ്കിൽ പോകാം. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ഈ കാര്യത്തിൽ ഒരു തുടർച്ച ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഡിസംബർ 9-നോ 11-നോ ഒന്നും ഇത് തീരില്ല. മഴ പെയ്തു തോർന്നാലും മരം പെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും പിന്നീടുള്ള ദിവസങ്ങളിൽ കാണുക. അപ്പോൾ മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ, അല്ലെങ്കിൽ ഇപ്പോൾ MP ആയ മുൻ ദേവസ്വം മന്ത്രിയായ K രാധാകൃഷ്ണനെ, ഇപ്പോഴത്തെ മന്ത്രിയായ വാസവനെ, ഇവരെക്കുറിച്ചൊക്കെ പത്മകുമാർ ഏതെങ്കിലും തരത്തിൽ, പത്മകുമാറിന് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള മന്ത്രിയെക്കുറിച്ച് മാത്രമാണ് പറയാൻ കഴിയുക, അതിനുശേഷമുള്ള കാര്യങ്ങളിൽ ഇവരെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങൾ വരികയാണെങ്കിൽ അത് പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ്. നിലവിൽ എന്തായാലും അങ്ങനെയുള്ള പരാമർശങ്ങൾ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചുള്ള നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരു പരാമർശമല്ലാതെ മറ്റൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് പാർട്ടി 100% പ്രതിരോധത്തിലായി എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇവിടെ പാർട്ടിക്ക് ധാർമ്മികമായി മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്തം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം N വാസുവായാലും A പത്മകുമാർ ആയാലും പാർട്ടിയുടെ ലെവലിലാണ് ഈ പൊസിഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്തത്. അത് എത്ര പറഞ്ഞാലും ഇനി തള്ളിക്കളയാനോ മാറ്റി പറയാനോ ഒന്നും കഴിയില്ല. അത് അങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പാർട്ടിയുടെ അറിവോടെ അല്ല ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അങ്ങ് പുറത്താക്കാം, അല്ലെങ്കിൽ ഇവരെ പാർട്ടിയുമായി ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കാം. അതല്ലാതെ അന്വേഷണം തീരട്ടെ, കോടതി ശിക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ച് കുഴപ്പമാകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ A പത്മകുമാറിന്റെ കാര്യം നേരത്തെ മാഡം സൂചിപ്പിച്ചല്ലോ, പാർട്ടി നേതൃത്വവുമായി അത്ര നല്ല ടേംസിലല്ല എന്ന്. പത്തനംതിട്ടയിൽ തന്നെ നല്ല ടേംസിലല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മേൽഘടകത്തിലേക്ക് എത്താൻ കഴിയാതെ പോയത്. അപ്പോൾ ആ കണക്ക് പത്മകുമാറിന് വേണമെങ്കിൽ ഈ മൊഴിയിൽ തീർക്കാം. അത് തീർക്കുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ട് അറിയാം. എന്തായാലും സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ SITയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. പോറ്റിയും പത്മകുമാറും തമ്മിൽ മാത്രമാണോ സാമ്പത്തിക ഇടപാടുകൾ നടന്നത്? അതും SIT അന്വേഷിക്കേണ്ട ഘടകമാണ്. ആരും ഒരു മെച്ചവുമില്ലാതെ ഒന്നും ചെയ്യില്ലല്ലോ. എന്തായാലും ജനപ്രിയ പദ്ധതികളൊക്കെ പറയേണ്ട സമയത്ത് പ്രതിരോധം തീർക്കേണ്ട അവസ്ഥയിലേക്ക് ഇടതുപക്ഷം എത്തിയിട്ടുണ്ട്. പാർട്ടി പത്മവ്യൂഹത്തിലോ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്ന് 3, നോ എന്ന് 1. Meet the editors.